പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ 30-ലേറെ തീർത്ഥാടകരാണ് മരിച്ചത്. 100-ലേറെ പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇതിനു മുൻപ് പൂർണ്ണ കുംഭമേള നടന്ന 2013-ലും സമാനമായ രീതിയിൽ തിക്കിലും തിരക്കിലും 30ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ നടന്നത് പൂർണ്ണ കുംഭമേളയല്ല, 144 വർഷത്തിനു ശേഷം നടക്കുന്നത് എന്ന പ്രഖ്യാപനവുമായി വന്ന മഹാകുംഭമേളയാണ്. 45 ദിവസം കൊണ്ട് 45 കോടി ആളുകൾ വന്നു പോകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ച മേള. 45 ദിവസത്തിനിടെ 15 കോടി ആളുകൾ വന്നാൽ പോലും ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ മതിയാകില്ലെന്ന് ദുരന്ത നിവാരണ വിദഗ്ധരും സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ ആളുകൾ മുഴുവൻ കാത്തുനിന്നത് ഏതെങ്കിലും ഒരു ദിവസം വന്ന് സ്നാനം നടത്തി മടങ്ങാനല്ല, പുണ്യ ദിവസം എന്ന് വ്യാപകമായി പ്രചാരണം നടത്തിയ മൗനി അമാവാസി ദിനം എത്താനാണ്. ആ ദിവസത്തെ സ്നാനത്തിനായി തിരിക്കുകൂട്ടിയവരാണ് കൊല്ലപ്പെട്ടതും. വന്ന തീർത്ഥാടകരല്ല കുറ്റക്കാർ. ഈ സ്നാനത്തിന് ഇങ്ങനെ ഒരു ആൾക്കൂട്ടം എത്തുമെന്നറിഞ്ഞിട്ടും വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്ത ഭരണകൂടമാണ്. വിഐപികൾക്കും സാധാരണക്കാർക്കും രണ്ടുതരം സംവിധാനം ഒരുക്കിയതാണ് അപകട കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. വിഐപികൾക്ക് വേറെ കുംഭമേളയും പുണ്യവുമോ? മഹാകുംഭമേള ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടന ചടങ്ങായാണ് അറിയപ്പെടുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞ 45 കോടി ആളുകൾ എത്തുക എന്ന സാധ്യതയെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ഇന്ത്യയിലെ ആകെ ജനസംഖ്യയായ 142 കോടിയിലെ 1/3 അവിടെ എത്തുക എന്നത് അസംഭവ്യമാണെന്ന് കരുതുന്നവരും ഏറെയാണ്. റോഡ് മാർഗവും അധികമായി അനുവദിച്ച 300 ട്രെയിൻ സർവീസ് വഴിയും അവിടെ 45 ദിവസത്തിനിടെ 5 കോടി ആളുകൾ വരുന്നു എന്നു തന്നെ കരുതാം. അങ്ങനെയാണെങ്കിൽ പോലും 11 ലക്ഷം ആളുകളാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതുണ്ടാവുക. മൗനി അമാവാസിയിൽ അത് 4 മടങ്ങ് അഥവാ 45 ലക്ഷം വരെയാകാം. ഒരു ദിവസം 45 ലക്ഷം ആളുകളെ കൈകാര്യം ചെയ്യാനുള്ള എന്ത് സൗകര്യമാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിരുന്നത്? ഇത് 5 കോടി തീർത്ഥാടകർ മാത്രമാണ് എത്തുക എന്ന കണക്കിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സംഘാടകർ പറയുന്നത് പോലെ 45 കോടിയല്ല 30 കോടിയാണ് വരുന്നത് എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ പോലും മൗനി അമാവാസി ദിവസം മാത്രം 2 കോടി തീർത്ഥാടകർ എത്തണം. തുറസായ 500 ഹെക്ടറിൽ താഴെ മാത്രം സ്ഥലവും 1 ലക്ഷം ടെന്റുകളുമായി എങ്ങനെയാണ് ഇത്രയും ആളുകളെ ഉൾക്കൊള്ളാനാവുക? പ്രയാഗ്രാജിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം, 10,000 പേർ 1 മണിക്കൂറിൽ സ്നാനം നടത്തുക എന്നത് പോലും ഉൾക്കൊള്ളാനാവാത്ത സംഖ്യയാണെന്ന്. ഗംഗയും യമുനയും പിന്നെ സങ്കല്പത്തിലെ സരസ്വതിയും സംഗമിക്കുന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് 1 ലക്ഷം പേർക്ക് മാത്രമാണ് ഒരു സമയം നിൽക്കാൻ കഴിയുക. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനമാണ് നമ്മളൊരു മാതൃകയായി എടുക്കേണ്ടത്. ഈ പ്രയാഗ്രാജിൽ എത്തുന്നതിന്റെ 10-1 പോലും മകരവിളക്ക് ദിനം എത്തുന്നില്ല എന്ന കാര്യം ശരി തന്നെയാണ്. പക്ഷേ മുൻകൂട്ടി റിസർവ് ചെയ്യാത്തവർക്ക് പ്രവേശനം ഇല്ല എന്നൊരു നിയമം വയ്ക്കുകയാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള വഴി. ഓരോ കൈകളിലും സ്മാർട്ട് ഫോൺ ഉള്ള ഈ കാലത്ത് രജിസ്ട്രേഷൻ ഒരു ബാലികേറാ മലയേ അല്ല. വരുന്ന ഓരോരുത്തർക്കും ചെന്നു നിൽക്കാവുന്ന സ്നാനഘട്ടങ്ങൾ വരെ ഇതുവഴി തീരുമാനിക്കാൻ കഴിയും. ഇതൊന്നും അറിയാത്തവരല്ല രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഇത്തവണ അപകട സമയത്ത് സംഭവിച്ചത് നോക്കാം. നമ്മൾ ഇപ്പറഞ്ഞതുപോലെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിഐപികൾക്കായിരുന്നു എന്ന് മാത്രം. 1000-നടുത്തു മാത്രം വരുന്ന അവർക്ക് പോകാനായി പകുതി വഴികൾ മാറ്റിവെച്ചു. പാർക്കിങ്ങിലെ 4/1 സ്ഥലം വിഐപികൾക്കായി കൊടുത്തു. അവർക്കായി ഹെലിപാഡുകൾക്ക് സ്ഥലം കണ്ടെത്തി. ആഡംബര വാഹനങ്ങൾക്ക് സ്നാനഘട്ടത്തിന് അടുത്തുവരെ എത്താൻ സൗകര്യമൊരുക്കി. 1000ഓളം വരുന്ന വിഐപികൾ പകുതി സ്ഥല സൗകര്യം ഉപയോഗിച്ചു എന്നാണ് അർത്ഥം. പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തിലെ 60% നിലയുറപ്പിച്ചത് വിഐപികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ആരോപണം. ബാക്കി പകുതി സ്ഥലത്ത് സംഘാടകർ അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ കോടിക്കണക്കിന് തീർത്ഥാടകർ ഇടിച്ചു നിന്നു. പ്രായോഗികമായ ഏറ്റവും കുറഞ്ഞ എണ്ണം എടുത്താൽ തന്നെ 45 ലക്ഷമെങ്കിലും വന്നു നിന്നത് ഈ പരിമിതമായ സ്ഥലത്താണ്. മൗനി അമാവാസിയിലെ സ്നാനം പുണ്യമാണെന്ന് കരുതുന്നവരാണ്. അതും 144 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഒരു തവണ. ഈ ദിവസം കഴിഞ്ഞ് 50-60 വർഷം വരെ ജനിക്കുന്നവരുടെ ആയുസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുകയുമില്ല. രാജ്യത്തെ ശരാശരി ആയുസ് 74 ആണ് എന്ന കണക്കെടുത്താൽ തന്നെ ഇനിയും 70 വർഷം കഴിഞ്ഞ് ജനിക്കുന്നവർക്ക് മാത്രമാണ് അടുത്ത മഹാകുംഭമേളയ്ക്ക് സാക്ഷിയാകാൻ കഴിയുക.
അത്ര മഹത്തരമെന്ന് വാഴ്ത്തപ്പെട്ട സ്നാനത്തിനായാണ് ഈ VIP, VVIP സ്നാനഘട്ടങ്ങൾ ഒരുക്കിയത്. VIP-കൾക്കും VVIP-കൾക്കും പ്രത്യേക പുണ്യം പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഓർമ്മിപ്പിച്ചത് അടുത്ത നാളുകളിലാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന് ശബരിമലയിൽ പ്രത്യേക സൗകര്യമൊരുക്കി എന്ന കേസിലായിരുന്നു ആ വിമർശനം. തീർത്ഥാടകർക്ക് സ്വന്തം നിലയിൽ അവർ ഓരോരുത്തരും VIP-കൾ തന്നെയാണ്. മൗനി അമാവാസിയിലെ ഏറ്റവും പുണ്യമെന്ന് കരുതുന്ന സമയമായ പുലർച്ചെ 1 മണി കഴിഞ്ഞുള്ള സമയത്തായിരുന്നു അപകടം. സ്നാനഘട്ടത്തിന് പരിസരത്ത് പോലും എത്താൻ കഴിയാത്ത ആയിരങ്ങൾ വലിയ തിരക്കില്ലാത്ത VIP വഴികളിലേക്ക് ഇടിച്ചുകയറി. അവരെ പോലീസ് തടഞ്ഞു. ആ തിക്കും തിരക്കുമാണ് ഈ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത്. ഇത്രയേറെ ആളുകൾ എത്തിയ മേളയിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മണിക്കൂറുകളെടുത്തു. വിളിച്ചാൽ കിട്ടുന്ന അകലത്തിൽ ആംബുലൻസുകളോ വൈദ്യസഹായമോ ഉണ്ടായിരുന്നില്ല. മരിച്ചവരിലാവട്ടെ ബഹുഭൂരിപക്ഷവും സമയത്ത് ചികിത്സ കിട്ടാത്തവരാണെന്നാണ് ദൃക്സാക്ഷികൾ പോലും പറഞ്ഞത്. VIP റോഡുകളിൽ നിന്നല്ലാതെ സാധാരണക്കാരുടെ വഴികളിൽ നിന്നും ആശുപത്രികളിലേക്കുള്ള നേരിട്ടുള്ള പാതകളും ഉണ്ടായിരുന്നില്ല. വിശ്വാസം ഭരണഘടനാപരമായി സംരക്ഷണമുള്ളൊരു സംഗതി തന്നെയാണ്. പക്ഷേ അവിടെ VVIP-മാരും VIP-മാരും കൂലിക്കാരും എന്നൊരു ഭേദമില്ല. ഭരണഘടനയ്ക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതുപോലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ആദ്യ പാഠവും ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. ആ തുല്യത ലംഘിച്ചതിന്റെ അപകടമാണ് അമൃതസ്നാനം നടക്കുന്ന സംഗം ഘട്ടിലുണ്ടായത്. ഉത്തരവാദിത്തം ആത്യന്തികമായി സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.